ഹലോ, എല്ലാവർക്കും എബിനമീർ ഫ്രീഡം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതെവിടെയാണ് പോണതെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ചെടി പറിക്കാനായിട്ടാണ് കേട്ടോ. ഈ ചെടി വെച്ചിട്ട് നമുക്കിന്നൊരു സൂത്രമുണ്ട്. അപ്പോൾ ഇതറിയാനാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളും കാണണം. ഇതാണ് ആ ചെടി. ആ മതിലിന് മുകളിൽ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന ചെടിയാണ്. ഇന്ന് നമ്മൾ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കണ്ടിട്ട് എന്തെങ്കിലും പരിചയം തോന്നുന്നുണ്ടോ? നമ്മൾ ഈ കർക്കിടക മാസത്തിലൊക്കെ ഇത് കഷായിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരവേദനയൊക്കെ മാറുന്ന ഒരു അടിപൊളി സൂപ്പ് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് ആട്ടിൻകാൽ സൂപ്പ്. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ചെടി കാണുന്നത്. ഇതാണ് അതിൻ്റെ കിഴങ്ങ്. കണ്ട, രോമകൂപങ്ങളോട് ചേർന്നിട്ട് ഒരു കിഴങ്ങ്. അപ്പോൾ അതിൽ ഇല ഉണ്ട്. നമുക്കപ്പോൾ ഇല, ഇതാണ് ഇല ആ ചെടിയുടെ. ഇത് കൂടുതലും കാണാൻ മലമ്പ്രദേശങ്ങളിലൊക്കെയാണ്, പാറയിടുക്കിലും അങ്ങനെ കുന്നിൻ ചെരുവിലും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു മതിലിൽ നിന്ന് പിടിച്ചിട്ടാണ് നമുക്കിത് കിട്ടിയത്. ഇതിന് ആട്ടിൻകാൽ കിഴങ്ങ് എന്നാണ് പറയുന്നത്. കണ്ട, അങ്ങനെ പറയാനുള്ള കാരണം ഇത് ഏകദേശം നമ്മൾ നോക്കുമ്പോൾ ഒരു ആട്ടിൻ്റെ കാലുമായിട്ട് നല്ല സാമ്യമുണ്ട്. എന്താണ്, നല്ല രോമങ്ങളൊക്കെ ആയിട്ട് കൂടിയിട്ടുള്ള ഒരു സാധനമാണിത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്ന് നോക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു സൂപ്പ് ഉണ്ടാക്കാം. ആ സൂപ്പ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഈ കർക്കിടക മാസത്തിൽ നമുക്ക് വളരെ നല്ലതാണ്. ശരീരവേദനയും ഒക്കെ മാറാൻ നല്ലതാണ്. പിന്നെ ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ടാവും. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്ന് നോക്കാം. അപ്പം ഇത് നമുക്കിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്ന് നോക്കാം. ഈ 2 കിഴങ്ങ് നമുക്ക് എടുത്താൽ മതി. നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഈ രോമം പോലെ ഇരിക്കുന്ന ഇത് മൊത്തം നമുക്ക് മാറ്റണം. അത് നമ്മളൊരു കത്തി എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ, ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ അതിൻ്റെ തോല് കളയൂലേ, അതേപോലെ ഇങ്ങനെ ചെത്തി കളഞ്ഞാൽ മതിയാവും കേട്ടോ. ഇങ്ങനെ ചെത്തി കളയണം. ഇത് ഫുള്ളും മാറ്റി കളയണം. അപ്പോൾ ഇതാ ഈ പരിവായിട്ടുണ്ട്. ഇങ്ങനെ ക്ലീനാക്കി വൃത്തിയാക്കണം. ഇനി ഇത് നമ്മൾ കുഞ്ഞായിട്ട് അരിയണം. ഇത് സത്യത്തിൽ ഇത് ഞാനൊരു വീഡിയോ കണ്ടിട്ട് നമ്മളിത് ചെയ്യാമെന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ ഈ ചെടി നമുക്ക് ഇവിടെ നിന്ന് അത്ര കിട്ടൂല. അപ്പോൾ ഇങ്ങനെ ജോലിക്ക് പോണ സമയത്ത് ഒരു മതിലില്ലാതെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പറിച്ചുകൊണ്ട് വന്നു. അപ്പം മതിലിൻ്റെ സൈഡിൽ നിൽക്കണ കണ്ട് അപ്പോഴാണ് ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചത്. അപ്പം അവർ അതിൽ പറയണത് ഇത് വളരെ ഗുണമുള്ള സാധനമാണ് എന്നാണ് പറയണം. നമ്മൾ ആട്ടിൻ്റെ സൂപ്പിൻ്റെ അതേ ഗുണമൊക്കെ ഉണ്ട്. കാലുമുട്ട്, കൈമുട്ട് വേദന ഒക്കെ മാറും. ഈ കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ച് ഒരു ഔഷധം കൂടിയാണ് ഇത്. വൈദ്യശാലകളിലൊക്കെ ഇത് കിട്ടും, വിലക്കുറവാണെന്നാണ് അവർ പറഞ്ഞത്. ആ വീഡിയോയിൽ അവർ പറഞ്ഞത്. അപ്പം നമുക്ക് എന്തായാലും ഇതൊന്ന് വെച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്തായാലും പറയാം. ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റ് ഇല്ലേ ഒന്നും അറിഞ്ഞൂടാ. നമുക്കിതൊന്ന് സൂപ്പാക്കിയിട്ട് കഴിച്ചു നോക്കാം, എന്നിട്ട് പറയാം. ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ചെറിയ ഉള്ളി 1 പിടി വേണം. പിന്നെ ഇതൊരു 1.5 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ചെറിയ ഉള്ളി 1 പിടി, അതേപോലെ ഒരു 1/2 പിടിയോളം നമുക്കറിയാം സൂപ്പിന് നമ്മൾ എങ്ങനെയാണ് എടുക്കണം ആ രീതിയിൽ വെളുത്തുള്ളി, ഒരു 2 കഷ്ണം ഇഞ്ചി. ഇവിടെ എരിക്ക് കുരുമുളകാണ് കൂടുതൽ ഉപയോഗിക്കണം, അതുകൊണ്ട് 1 കഷ്ണം പച്ചമുളക്. പിന്നെ നമ്മൾ കറി മസാലയിലുള്ള പട്ട, പിന്നെ മറ്റേ തക്കോലം, ഗ്രാമ്പു ഉണ്ടെങ്കിൽ അത്, പിന്നെ ജീരകം, പെരുംജീരകം. പിന്നെ നമുക്ക് കുറച്ച് ഉലുവ വേണം. അത് ഇത്രയും ഇതും പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആട്ടുംകാൽ കിഴങ്ങില്ലേ അതും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. നമുക്ക് മിക്സിയിൽ വെച്ചിട്ട് ചതച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില, ഇനി ആ കുഞ്ഞുള്ളി നമ്മളെല്ലാം കൂടി ചതച്ച് വെച്ചേക്കുന്നതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ആ പച്ച മണം ഒന്ന് മാറി കിട്ടിയാൽ മതിയേ. ഒന്ന് വഴറ്റും. ഇനി നമുക്ക് ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് ഒരു കളറിന് കുറച്ച് മതിയേ. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുരുമുളക് നിങ്ങൾക്ക് എത്ര വേണോ നിങ്ങളെ എരിക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് ചേർത്ത് വെക്കണം. ഇനി ആ ഒരു പച്ച മണമൊക്കെ മാറിയിട്ട് ഇതിലിപ്പോൾ ഞാൻ 1.5 ലിറ്റർ വെള്ളമാണ് ഒഴിക്കണം. 1.5 ലിറ്റർ. ഇതിപ്പോൾ 1.5 ലിറ്റർ കൂടി വേണം. അപ്പം നമ്മൾ സൂപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കുക്കർ അടച്ച് ഒരു 5 വിസിൽ കേൾക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ. ഇതാ നമ്മൾ ആവി പറക്കണ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ഇതെങ്ങനെയാണെന്ന്. ഇതിപ്പം ചെറിയൊരു കൊഴുവൊഴുപ്പൊക്കെ ഉണ്ട്. കുറച്ചും കൂടി നന്നായിട്ട് വറ്റിയാണെങ്കിൽ നല്ലൊരു കൊഴുവൊഴുപ്പുണ്ടാവും.
പിന്നെ ചില ആൾക്കാർ ഇതിൽ മട്ടൻ മസാലയും ചിക്കൻ മസാലയൊക്കെ ചേർക്കാറുണ്ട്. ഞാൻ ഇതൊന്നും ചേർത്തിട്ടില്ല. കറക്റ്റ് നാച്ചുറലായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഒറിജിനൽ മട്ടൻ സൂപ്പ് പോലെയല്ല, പക്ഷേ ഒറിജിനൽ മട്ടൻ സൂപ്പിൻ്റെ അതേ ടേസ്റ്റ് വന്നിട്ടുണ്ട്. അത് മണം വന്നിട്ടുണ്ട്. പിന്നെ അത്ര ഒരു കൊഴുകൊഴുപ്പില്ല, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പം ഇത് കിട്ടണമെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു സൂപ്പാണ്, നമുക്ക് കുടിക്കാൻ പറ്റും. കയ്പോ അങ്ങനത്തെ ചവർപ്പോ അങ്ങനത്തെ ഒന്നുമില്ല. ചെറിയൊരു മട്ടൻ്റെ ഒരു ചെറിയൊരു മണം അത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ ശരി, എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.